ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവിടെ ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടാവുക, എന്നിട്ട് അവൻ തന്നെ പോയി ഋതികയെ രക്ഷപ്പെടുത്തുക. എടാ, ഇതിലൊക്കെ എന്തൊക്കെയോ ദുരൂഹതയില്ലേ? ഇല്ല, ഒരിക്കലുമില്ല. ഈ കുട്ടിക്ക് ശനിയുടെ അപഹാരമാണ് ഇപ്പൊ ജാതകത്തിൽ. രാജുവിന്റെ ജോലി എന്താണെന്ന് വെച്ചാ ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞ് തരപ്പെടുത്തിക്കോളാം. മതി രമ്യ, മതി. രാജുവിന്റെ PA പണി എന്നും പറഞ്ഞുള്ള ഈ അടിമപ്പണി. നിങ്ങൾ പറയുന്ന പോലെയൊന്നും ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. ഇവനെ ഞാൻ എന്റെ സ്വന്തം അനിയനെ പോലെയോ മകനെ പോലെയോ കണ്ടിട്ടുള്ളൂ. മതിയാക്ക് സാറേ സാറിന്റെ അഭിനയം. രമ്യ, നീ ആരോടെ ഇങ്ങനെ സംസാരിക്കുന്ന? ഞാൻ പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചപ്പോ നീ അങ്ങ് എല്ലാവരുടെയും തലേ കയറാണല്ലോ. സാറിനോട് മാപ്പ് പറയ്. ഞാൻ മാപ്പും കോപ്പും ഒന്നേ ആരോടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. രാജു, എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കിയവര് അത് മനസ്സിലാക്കി രാജുവിനോട് പെരുമാറിയ അവർക്ക് കൊള്ളാം. വർമ്മ സാറേ, ഇവളുടെ നാക്ക് ശരിയല്ല. ഇവള് പറയുന്നൊന്നും സാറ് കാര്യാക്കണ്ട. സാറ് മാഡത്തെ കൊണ്ട് വീട്ടിലേക്ക് ചെല്ല, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഈ കുട്ടി പറഞ്ഞതിനും കാര്യമില്ലേ? എന്ത് കാര്യം സാറേ? ഇവള് പറയുന്നൊന്നും സാർ അങ്ങനെ തലയെ കയറ്റല്ലേ. ഇവളൊരു വിവരമില്ലാത്തവള്. സാർ പോയിക്കോ. അല്ല, അത് സാർ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. മാഡത്തിന് തീരെ വയ്യ, വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക. നിങ്ങൾ ഇറങ്ങിക്കോ. ഞാൻ അന്നേരം പറഞ്ഞല്ലേ ഇങ്ങോട്ടൊന്നും വരണ്ടെന്ന്. ഏത് നേരത്താന്തോ. നിങ്ങൾ എന്തിനാ ഇവളോട് പിടിച്ച് നിർത്തിയേ? രാജു, വഴക്കൊന്നും ഉണ്ടാക്കല്ലേ. രമ്യയുടെ വിഷമം കൊണ്ട് പറഞ്ഞതല്ലേ, എനിക്കത് മനസ്സിലാവും. രമ്യയുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെ ആയിരിക്കില്ല. കുറച്ചുകൂടെ ദേഷ്യത്തിലെ പെരുമാറൂ. ശരി രാധമ്മേ, പെണ്ണുട്ടാ, സോറി. എന്താ സാറേ ഇത്? രാജു, നിനക്ക് എന്തിന്റെ കടായിരുന്നു പെണ്ണെ? വലിയ മനുഷ്യരോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഓ, സ്വന്തം മകന്റെ ശരീരം പൊള്ളിയതിന് നിങ്ങൾക്ക് പ്രശ്നമില്ല. ഞാൻ വർമ്മ സാറോട് സംസാരിച്ചതാണ് നിങ്ങളുടെ പ്രശ്നം. മനസ്സിലായി. ഇത് തന്നെ ഞാൻ വർമ്മ സാറിനോടും പറഞ്ഞ. രാജു വന്നേ, നമുക്ക് അകത്തേക്ക് പോവാം. രാജു ഇങ്ങോട്ട് വാ. ഞാനല്ലേ പറയുന്നേ, വന്നേ ഇങ്ങോട്ട് വാ. രാജു, നടക്ക. യാമിനി, പ്രതാപനും ഋതികയൊക്കെ എവിടെ പോയിരിക്കുക? അവരെ കാണുന്നില്ലല്ലോ. അവര് നമ്മുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നല്ലോ ചേച്ചി. ദീപകെ, നീ ഒന്ന് പോയി നോക്കിയേ. അമ്മ ആദ്യം ഫോൺ എടുത്ത് അമ്മാവനൊന്ന് വിളിക്കേ. ചിലപ്പോ അവരെന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇറങ്ങിയതാണെങ്കിലോ. ശരി. പ്രതാപ, എന്തു പറ്റി? ഇത്രയും നേരം നിങ്ങൾ എവിടെയായിരുന്നു? സോറി ചേച്ചി, ഞങ്ങൾ വരുന്ന വഴിക്ക് രാജുവിനൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ ഇറങ്ങി. അതാ ലേറ്റ് ആയത്. നീ എന്തിനാ അവനെ ഡ്രോപ്പ് ചെയ്യാൻ പോയത്? അവന് നീ ജംഗ്ഷനിൽ ഇറക്കി വിട്ടിരുന്നെങ്കിൽ അവനൊരു ഓട്ടോ പിടിച്ച് വീട്ടിൽ പോവില്ലേ? അത് ശരിയല്ലോ ചേച്ചി. അവൻ കൃത്യസമയത്ത് ഇടപെട്ടില്ലെങ്കിൽ നമ്മുടെ മോളുടെ അവസ്ഥ എന്താവുമായിരുന്നു? അതുമല്ല, അപകടത്തിൽ അവന് ഒരുപാട് പൊള്ളലേറ്റതല്ലേ. അപ്പോ വഴി വിട്ടിട്ട് വരുന്നത് ശരിയല്ലല്ലോ. മനഃപൂർവ്വം ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടാക്കി ഋതികയെ രക്ഷപ്പെടുത്തി പ്രീതി നേടാൻ വേണ്ടി അവൻ ചെയ്തതാന്നാ എനിക്ക് തോന്നുന്നേ. അല്ലെങ്കിൽ അവിടെ ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടാവുക,
എന്നിട്ട് അവൻ തന്നെ പോയി ഋതികയെ രക്ഷപ്പെടുത്തുക. എടാ, ഇതിലൊക്കെ എന്തൊക്കെയോ ദുരൂഹതയില്ലേ? ഇല്ല, ഒരിക്കലുമില്ല. ഈ കുട്ടിക്ക് ശനിയുടെ അപഹാരമാണ് ഇപ്പൊ ജാതകത്തിൽ. അല്ല, നീ എന്തിനാ ജോത്സിനെയൊക്കെ ഇപ്പൊ വിളിച്ചു വരുത്തിയേ? ഋതികയുടെ ജീവിതത്തിൽ ഇപ്പൊ കുറെ നാളായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. ഋതികയുടെ ജാതകം നോക്കാൻ വേണ്ടി ഞാൻ ജോൾസിനെ കാണാൻ വേണ്ടി പോയി. അപ്പൊ വഴി വെച്ച് ജോൾസിനെ കണ്ടു. എന്റെ കൂടെ വരാമെന്ന് ജോൾസ്യൻ പറഞ്ഞു. ഇങ്ങോട്ട് പോന്നു. ചെറുപ്പത്തിൽ തന്നെ അമ്മ നഷ്ടമായ കുട്ടിയാണല്ലേ? അതെ. ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ടു. ചുറ്റുപാടുള്ളവരുടെ സ്നേഹം ലഭിക്കാതെ വളർന്ന കുട്ടിയല്ലേ? അതെ. ഇപ്പോ ആ വിഷമങ്ങളൊക്കെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അകലേക്ക് പോയവരുടെ ഹൃദയം അടുത്തുകൊണ്ടിരിക്കുന്ന കാലം കൂടിയാണ്. അതാണല്ലോ ദുഷ്ടഗ്രഹങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതും. ദുഷ്ടഗ്രഹങ്ങളെന്ന് ജോത്സ്യര് പറഞ്ഞതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നേ? സൗരയുധത്തിൽ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ സഞ്ചരിക്കാറില്ലേ? സൂര്യന് ആ ഗ്രഹങ്ങളെ കൊണ്ട് ഉപകാരമോ ഉപദ്രവമോ ഉണ്ടാകാറില്ല. സൂര്യനെ കൊണ്ടാണ് ആ ഗ്രഹങ്ങൾക്ക് ഉപകാരവും ഉപദ്രവവും. പക്ഷേ മറ്റ് ഗ്രഹങ്ങൾ അങ്ങനെയല്ല. അവരുടെ ചുറ്റും കിടന്ന് കറങ്ങുന്ന ഗ്രഹങ്ങളെ കൊണ്ട് അവർക്ക് ഉപകാരവും ഉണ്ടാവാം, ഉപദ്രവവും ഉണ്ടാവാം. ഋതികയെ ഇപ്പൊ വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നവഗ്രഹങ്ങളെ മാത്രമല്ല, അത് ഋതികയുടെ ചുറ്റുമുള്ള മനുഷ്യരെയും ആവാം. അവരുടെ മനസ്സിലെ ദുഷ്ടതകൾ കൊണ്ട് ഋതികയ്ക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷമങ്ങളും വ്യാകുലതകളും, അതുപോലെ തന്നെ നവഗ്രഹങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളും ഭാഗ്യങ്ങളും. ഇപ്പൊ ഇവിടെ ഋതികയുടെ ജാതകത്തിൽ 3 വർഷം ശനിയുടെ അപഹാരമുണ്ട്. ശനിയുടെ അപഹാരമുള്ള സമയത്ത് ആരെങ്കിലും ഋതികയ്ക്ക് നല്ലത് ചെയ്യാൻ വന്നാലും അത് ഋതികയുടെ ജീവിതത്തിൽ മോശമായി ഭവിക്കും. അംബിക മേഡത്തിന് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ആ, മനസ്സിലായി. ദോഷങ്ങൾ മാറാൻ എന്താ ജോൾസിന് ഒരു പരിഹാരം? പരിഹാരം ഒന്നും തന്നെ കാണുന്നില്ല. അകലെ